പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ നിർത്തിവെച്ചു. ലോക്സഭയിലും പ്രതിപക്ഷ എംപിമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. പാർലമെന്റിലെ വളപ്പിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. കൂട്ട സസ്പെൻഷനെതിരെയാണ് പ്രതിഷേധം. അതേസമയം ഉപരാഷ്ട്രപതിയെ അനുകരിച്ച് ആക്ഷേപിച്ചതിനെതിരെ ബിജെപിയിൽ രാജ്യസഭയിൽ നോട്ടീസ് നൽകി. ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. സർക്കാർ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരിക്കുകയാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സോണിയാഗാന്ധി പറഞ്ഞു. പാർലമെന്റ് വിഷയവുമായി ബന്ധപ്പെട്ട് Why Mr. Amit Shah, the Home Minister, is not ready and willing to have a statement in the House? That is the main issue which we are raising. പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളമാണ്. നേരത്തെ വലിയ പ്രതിഷേധം ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. രാജ്യസഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ബഹളമാണ്. സുബി വിശ്വനാഥൻ ചേരുന്നുണ്ട്. സുബി, എന്താണ് സഭകളിൽ നടക്കുന്നത്? ധന്യ, പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ അമിത്ഷാ പ്രസ്താവന ഇറക്കണം എന്നതും ഒപ്പം തന്നെ കൂട്ട സസ്പെൻഷനിൽ പ്രതിഷേധിച്ചുമാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്ത് വന്നു. രാജ്യസഭ 11:15 വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ 2 എംപിമാർ ഇപ്പോൾ പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 141 എംപിമാർക്കാണ് നിലവിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 94 പേർ ലോക്സഭയിലാണ്. ബാക്കിയുള്ള എംപിമാർ, അതായത് സസ്പെൻഷൻ ലഭിച്ച എംപിമാർ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ എത്തി വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ അമിത്ഷാ പ്രസ്താവന ഇറക്കുന്നതുവരെ ഇതുമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇന്നലെ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലും തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പാർലമെന്റിൽ ഇന്നും പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടെ ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ ഉപരാഷ്ട്രപതി ജഗദീഷ് ധൻഖറിനെ പരിഹസിച്ചുകൊണ്ട് കല്യാൺ ബാനർജി, തൃണമൂൽ കോൺഗ്രസ് MP കല്യാൺ ബാനർജി രംഗത്ത് വന്നിരുന്നു. ഈ പ്രതിഷേധത്തിനിടെ ഇയാളെ ഉപരാഷ്ട്രപതിയെ പരിഹസിക്കുന്ന ദൃശ്യങ്ങൾ രാഹുൽ ഗാന്ധി പകർത്തുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വിവാദം ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വയ്ക്കുകയാണോ എന്നൊരു ചോദ്യത്തിന് രാഹുൽ ഗാന്ധി പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാണ്. ധന്യ. പ്രതിഷേധം തുടരുകയാണ്. രാജ്യസഭ 11:15 വരെ നിർത്തിവെച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോക്സഭയിൽ വലിയ പ്രതിപക്ഷ ബഹളം നടക്കുന്നു. പുറത്ത് എംപിമാർ പ്രതിഷേധിച്ചിരുന്നു. നേരത്തെ രാജ്യസഭയിലും ലോക്സഭയിലും എംപിമാരുടെ പ്രതിഷേധം തുടരുകയാണ്. സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് പാർലമെന്റിൽ കാണാൻ സാധിക്കുന്നത്. बंद करो, बंद करो, बंद करो। नहीं चलेगा, नहीं चलेगा, नहीं चलेगा, नहीं चलेगा, नहीं चलेगा, नहीं चलेगा।